നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മീനുകൾ ഒരിക്കലും കഴിക്കരുത്. അബദ്ധത്തിൽ അകത്തായാൽ പോലും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ. മീൻ വിഭവങ്ങളില്ലാതെ ഊണ് കഴിക്കുന്നതിനെക്കുറിച്ച് ശരാശരി മലയാളിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ ഭക്ഷണ സംസ്കാരവുമായി അത്ര കണ്ട് പ്രാധാന്യം മീനിനും മീൻ വിഭവങ്ങൾക്കും ഉണ്ട്. വില കൂടിയാലും കുറഞ്ഞാലും മീൻ വിഭവങ്ങൾ മിക്കവാറും സമയങ്ങൾ നമ്മൾ ഒഴിവാക്കാറില്ല. ഇനി പോഷക ഗുണങ്ങളിലേക്ക് വന്നാൽ കൊഴുപ്പ് കുറഞ്ഞവയും പ്രോട്ടീനും വിറ്റാമിനും ധാതുക്കളും കൂടുതലായവയും അടങ്ങിയവയാണ് മീനുകൾ. മേൽപ്പറഞ്ഞ പോഷകങ്ങളുടെ കലവറയാണ് മത്സ്യങ്ങൾ. എന്നാൽ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിലേതുപോലെ തന്നെ ചില അപകടങ്ങൾ മീനുകളിലും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കടലിൽ നിന്ന് പിടികൂടി വിൽപ്പനയ്ക്ക് എത്തിക്കുന്നവയാണ് ഭൂരിഭാഗം മീനുകളും. എന്നാൽ ചിലപ്പോഴെങ്കിലും ട്രോളിംഗ് നിരോധനം ഉൾപ്പെടെയുള്ള കാലത്ത് ഫ്രഷ് മീൻ കിട്ടാക്കനിയാണ്. അപ്പോഴെല്ലാം പഴകിയതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവയുമാണ് മലയാളികളുടെ തീന്മേശയിൽ എത്തുന്നത്. ഇത്തരത്തിലെത്തുന്നവയ്ക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വ്യാപകമായി മത്സ്യം എത്താറുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്നവയിൽ പലപ്പോഴും കൃത്യമായി ശീതീകരിക്കാത്തവയും രാസവസ്തുക്കൾ ചേർത്ത് കേടുവരാത്ത സൂക്ഷിച്ചവയും ധാരാളമായും ഉൾപ്പെട്ടിട്ടുണ്ടാകാം. ഇവ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് എന്ന് പല തവണ കണ്ടെത്തിയിട്ടുണ്ട്. വയറിളക്കം, ഛർദി, ഭക്ഷ്യവിഷബാധ പോലുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത്തരം മീനുകൾ കഴിക്കുന്നത് വഴി മനുഷ്യനെ ബാധിക്കുക. കേരളത്തിൽ മത്സ്യത്തിന് ആവശ്യക്കാർ വർദ്ധിച്ചതോടെയാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ കൂടുതലായി മീനുകൾ എത്തിത്തുടങ്ങിയത്. ആവശ്യം വർദ്ധിച്ചതിലെ കച്ചവട സാധ്യതയും അമിത ലാഭവും മുന്നിൽ കണ്ടാണ് പലപ്പോഴും രാസവസ്തുക്കൾ പ്രയോഗിച്ചവ കേരളത്തിലേക്ക് എത്തുന്നത്. ലോറികളിൽ മാത്രമാണ് ഒരു കാലത്ത് മീനുകൾ എത്തിയിരുന്നെങ്കിൽ ഇന്ന് ട്രെയിനിൽ ഉൾപ്പെടെ കേരളത്തിലേക്ക് മീൻ എത്തുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.